ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവ് അജീഷിന്റെ JCB വനംവകുപ്പ് പിടിച്ചെടുത്ത സംഭവത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. മൂന്നാർ DFOയുടെ നേതൃത്വത്തിലാണ് ചർച്ച. നഗരംപാറ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ നടക്കുന്ന ചർച്ചയിൽ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. JNS രാജുവാണ് വിവരങ്ങളുമായി. ജെയിൻ, കഴിഞ്ഞ ദിവസത്തെ ആ പ്രതിഷേധം നമ്മളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടത്. മാത്രമല്ല, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് എന്നത് വ്യക്തമാകുന്നുമുണ്ട്. ചർച്ചകളുടെ ഒരു പുരോഗതി എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയുമോ? രതീഷ്, അല്പസമയത്തിനകം ഈ ചർച്ച അവസാനിക്കും. അതിനുശേഷം ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരും. നിലവിൽ 18 ലക്ഷം രൂപയാണ് ഈ JCBക്ക് വിലയിട്ടിരിക്കുന്നത്. ആ തുക അടച്ചാൽ മാത്രമേ ആ വാഹനം വിട്ടുകൊടുക്കാൻ നിയമപരമായിട്ട് സാധിക്കൂ. നിലവിൽ ആ JCB വനംവകുപ്പ് കണ്ടുകെട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇത്ര ചെറിയൊരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഒരു 700 രൂപയുടെ നഷ്ടമാണ് വനംവകുപ്പിനുണ്ടായിരിക്കുന്നത്. ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഇത്രയും മൂല്യമുള്ള ഒരു വാഹനം പിടികൂടി അത് ഇത്രത്തോളം വർഷം ഇവിടെ പിടിച്ചു ഇടേണ്ടിയിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. ഒരു സാമാന്യ നീതിയുടെ നിഷേധം ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 18 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ കോടതി കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാഹനം വിട്ടു നൽകണമെങ്കിൽ ആ തുക കെട്ടിവെക്കേണ്ടി വരും. ഇനി ആ കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് DFOയ്ക്ക് നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം കൃത്യമായി നമുക്ക് എന്ത് ധാരണയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ ആണ് ഈ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ CPM അടക്കം ഈ നഗരംപാറ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്.